CMRL എക്സാലോജിക് ഇടപാടുകളും അതുമായി ബന്ധപ്പെട്ട എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അഥവാ ED നടത്തുന്ന അന്വേഷണവും കേരള രാഷ്ട്രീയത്തിൽ അത്യന്തം ഗൗരവകരമായ ഒരു ഘട്ടത്തിലൂടെയാണ് ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ ED പുറത്തിറക്കിയ പുതിയ വാർത്താക്കുറിപ്പിലെ പരാമർശങ്ങൾ CPM-നെ വലിയ പ്രതിസന്ധിയിൽ കൂടിയാക്കിയിരിക്കുകയാണ്. ഒരു സാമ്പത്തിക ഇടപാട് എന്നതിലുപരി മുൻ മുഖ്യമന്ത്രിയുടെ മകൾ ടി വീണയുടെ പങ്കിനെക്കുറിച്ച് ED കൃത്യമായി പരാമർശിക്കുന്നത് പാർട്ടി നേതൃത്വത്തെ പ്രകോപിപ്പിച്ചിട്ടുമുണ്ട്. മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന പ്രയോഗം തന്നെ രാഷ്ട്രീയ പ്രേരിതമാണെന്നാണ് പാർട്ടി വാദിക്കുന്നുണ്ടെങ്കിലും യാതൊരു സേവനം നൽകാതെ ലക്ഷക്കണക്കിന് രൂപ കൈമാറ്റം ചെയ്യപ്പെട്ടുവെന്നും ഹവാല ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും ED ഉയർത്തുന്ന കണ്ടെത്തലുകൾ അതീവ ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം അല്ലെങ്കിൽ കേരളത്തിലെ ഓരോരുത്തരും നോക്കിക്കാണുന്നത്. 80 ലക്ഷം രൂപയോളം ഇന്ത്യൻ കറൻസി കൈമാറ്റം ചെയ്യപ്പെട്ടതും അത് ഹവാല മാർഗമാണെന്ന് സംശയിക്കുന്നതുമായുള്ള റിപ്പോർട്ടുകളാണ് കേസിന്റെ വ്യാപ്തി വർദ്ധിപ്പിക്കുന്നത്. ഈ ആരോപണങ്ങൾക്കെതിരെ തിരുവനന്തപുരം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ വന്ന് പറഞ്ഞത് കേരള രാഷ്ട്രീയത്തിൽ വലിയ അലയൊലികൾ സൃഷ്ടിച്ചിരിക്കുക കൂടിയാണ്. EDയുടെ നടപടികളെ അതിരൂക്ഷമായ ഭാഷയിലാണ് പിണറായി വിജയൻ വിമർശിച്ചത്. താനോ തൻ്റെ മകൾ വീണയോ തൻ്റെ കുടുംബാംഗങ്ങളോ ഒരു തരത്തിലുള്ള ഹവാല ഇടപാടുകളിലും പങ്കാളികളല്ലെന്നാണ് അദ്ദേഹം തീർത്ത് പറഞ്ഞിരിക്കുന്നത്. തൻ്റെ കൈകൾ എല്ലാ കാലത്തും ശുദ്ധമാണെന്നും ഇനിയും അത് ശുദ്ധമായിരിക്കുമെന്നും അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുന്നിൽ വെല്ലുവിളിച്ചുകൊണ്ട് പറഞ്ഞു. തന്നെയും കുടുംബത്തെയും തടവറയിലാക്കാമെന്ന് ആരും കരുതണ്ട എന്നും ഇത് രാഷ്ട്രീയ പകപോക്കലിന്റെ ഭാഗമാണെന്നും അദ്ദേഹം എടുത്തു പറയുകയും ചെയ്തു. പ്രത്യേകിച്ച് BJP കേന്ദ്ര സർക്കാർ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ ഒരു രാഷ്ട്രീയ ആയുധമായി ഉപയോഗിക്കുകയാണെന്നും രാഷ്ട്രീയമായി തങ്ങളെ തകർക്കാനുള്ള ഗൂഢാലോചനയാണ് നടക്കുന്നതെന്നും അദ്ദേഹം ആരോപിക്കുകയും ചെയ്തു. EDയുടെ വാർത്താക്കുറിപ്പിന് പിന്നാലെ ഈ വിഷയത്തെ ഒരു വലിയ രാഷ്ട്രീയ പ്രചരണമാക്കി മാറ്റാനാണ് കോൺഗ്രസ് നേതൃത്വം തയ്യാറെടുക്കുന്നത്. പിണറായി വിജയന്റെ മകൾ വീണയുടെ പേര് പരാമർശിക്കപ്പെടുന്നത് മുൻ മുഖ്യമന്ത്രിയുടെ ഒരു പദവി ദുരുപയോഗം ചെയ്തു എന്നുള്ള ആരോപണത്തിന് ബലമേകുന്നുവെന്ന് കോൺഗ്രസും വാദിക്കുന്നുണ്ട്. ഇക്കാര്യത്തിൽ കൃത്യമായ മറുപടി നൽകാൻ പരാജയപ്പെട്ടുവെന്നും ആരോപണങ്ങൾ തെറ്റാണെന്ന് തെളിയിക്കാൻ കഴിയുന്നില്ലെന്നുമാണ് UDFന്റെ പ്രധാന വിമർശനം. ഈ സാഹചര്യത്തിൽ പ്രതിപക്ഷ നേതൃസ്ഥാനത്ത് തുടരാൻ ധാർമ്മികമായി യാതൊരു അവകാശവും ഇല്ല എന്നും ആ പദവി ഒഴിയണമെന്നും കോൺഗ്രസ് ക്യാമ്പ് ആവശ്യപ്പെടുന്നുമുണ്ട്. രാഷ്ട്രീയ പകപോക്കലാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ദുരൂഹത വർദ്ധിപ്പിക്കുകയുള്ളൂ എന്നാണ് അവരുടെയും നിലപാട്. മുൻ മന്ത്രിയും അതുപോലെ പിണറായി വിജയന്റെ മരുമകനുമായ മുഹമ്മദ് റിയാസിനെതിരെയും ആരോപണങ്ങൾ ഇപ്പോഴത്തെ ശക്തമായി ഉണ്ടാവുകയാണ്. അദ്ദേഹത്തിന്റെ അടുത്ത അനുയായികളായ നിഖിൽ, നന്ദുലാൽ എന്നിവരുടെ വസതികളിലടക്കം ED പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. ഈ പരിശോധനകൾ മുഹമ്മദ് റിയാസിലേക്കും അന്വേഷണം നീളുന്നു എന്നതിനുള്ള തെളിവായിട്ടാണ് വിലയിരുത്തപ്പെടുന്നത്. മന്ത്രിയായിരുന്ന കാലത്ത് നടന്ന ഇടപാടുകളിൽ മരുമകൻ എന്ന നിലയിൽ എന്തെങ്കിലും ഇടപാടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ED സൂക്ഷ്മമായി പരിശോധിച്ചും വരികയാണ്. ഇത് കേവലം സാമ്പത്തിക കുറ്റകൃത്യമായി മാത്രം കാണാനാവില്ലെന്നും അധികാര ദുർവിനിയോഗത്തിന്റെ ഭാഗമാണെന്നുമുള്ള പ്രചരണം ഇപ്പോൾ കോൺഗ്രസും ശക്തമാക്കുകയാണ്. മുന്നണിയിൽ ഈ വിഷയത്തിൽ ഭിന്നാഭിപ്രായങ്ങൾ നിലനിൽക്കുന്നത് CPM-ന് വലിയ തലവേദന ഉണ്ടാക്കുന്നുണ്ട്. അതായത് LDF-നുള്ളിൽ തന്നെ ഇതിപ്പോൾ രണ്ട് തട്ടിൽ നിൽക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാന ഘടകകക്ഷിയായ CPI ബിസിനസ് വേറെ രാഷ്ട്രീയം വേറെ എന്ന നിലപാടാണ് പരസ്യമായി പ്രഖ്യാപിച്ചത്. ഇതിനകം തന്നെ അത് ശ്രദ്ധേയമായിട്ടുണ്ട്. ഇത് രാഷ്ട്രീയ പ്രതിരോധത്തെ ദുർബലപ്പെടുത്തുന്നുണ്ടോ എന്നുള്ള ആശങ്ക പാർട്ടി നേതൃത്വത്തിനുമുണ്ട്. എങ്കിലും ഈ സാഹചര്യം മുതലെടുക്കാൻ കോൺഗ്രസ് ശ്രമിക്കുന്നത് മുന്നണിയിലെ ഐക്യത്തെ ബാധിക്കാനും സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ED അന്വേഷണത്തെ രാഷ്ട്രീയ പകപോക്കലായി വിശേഷിപ്പിച്ച് പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും സാധാരണക്കാർക്കിടയിൽ ഈ വാദത്തിന് എത്രത്തോളം സ്വീകാര്യത ലഭിക്കുമെന്നത് കണ്ടു തന്നെ അറിയാം. കാരണം സാധാരണക്കാർ എപ്പോഴും ഇതിനെ കാണുന്നത് വീണയ്ക്ക് പാർട്ടി മെമ്പർഷിപ്പ് പോലുമില്ല. അതുകൊണ്ട് തന്നെ എന്തിനാണ് CPM ഇത്രയും പ്രൊട്ടക്ട് ചെയ്യുന്നത്, ഇത്രയും സംരക്ഷണം ഒരുക്കുന്നത് എന്നുള്ളതാണ് പലരും ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യം. ഈ കേസിലെ മറ്റൊരു പ്രധാന കണ്ണിയാണ് ലേക്കർ ഇന്ത്യ എന്ന സ്ഥാപനവും. ടി വീണയ്ക്ക് ഈ സ്ഥാപനത്തിൽ പങ്കാളിത്തമുണ്ടെന്നും ഇത് ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇതേ സാഹചര്യം ഉപയോഗിച്ച് സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടോ എന്ന് ED പരിശോധിക്കുന്നുണ്ടെന്നുമാണ് വാർത്തകളെല്ലാം. സേവനങ്ങളൊന്നും നൽകാതെ പണം കൈമാറ്റം ചെയ്യപ്പെട്ടെന്ന് EDയുടെ പ്രധാന ആരോപണവും ഉണ്ടാകുന്നുണ്ട്. ഇതിൽ മുഹമ്മദ് റിയാസിന്റെ പങ്ക് കൂടി തെളിയിക്കപ്പെട്ടാൽ അത് വലിയ രാഷ്ട്രീയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. ഫെമ നിയമപ്രകാരമുള്ള നടപടികളിലേക്ക് ED നീങ്ങുകയാണെങ്കിൽ അത് കുടുംബത്തെയും പാർട്ടിയും വല്ലാത്ത പ്രതിസന്ധിയിലാക്കുകയും ചെയ്യും. ഈ കേസിനെ രാഷ്ട്രീയപരമായി പ്രതിരോധിക്കാൻ സംസ്ഥാനത്തെ ജില്ലകളിൽ വലിയ തോതിൽ രാഷ്ട്രീയ വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കാനാണ് CPM ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളെ ഉപയോഗിച്ച് BJP കേരളത്തിലെ CPM-നെ അല്ലെങ്കിൽ LDF-നെ തകർക്കാൻ ശ്രമിക്കുകയാണെന്ന പ്രചരണമാണ് പ്രധാനമായി നടത്തുന്നത്. കോൺഗ്രസ് നേതാക്കൾക്കെതിരെയും ED അന്വേഷണം നടക്കുന്നുണ്ടെന്നും അപ്പോൾ കോൺഗ്രസ് EDയെ പിന്തുണയ്ക്കുന്നത് വിരോധാഭാസമാണെന്നുമാണ് CPM വാദിക്കുന്നത്. എന്നാൽ ഇതിനെ മറികടക്കാൻ മറുപടികൾ ജനങ്ങളിലേക്ക് എത്തിക്കാനാണ് ഇവിടെ ഇപ്പോൾ CPM ഒരു ഭാഗത്ത് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് UDF അല്ലെങ്കിൽ കോൺഗ്രസ് ഇവിടെ പറയുന്നത് പാർട്ടി മെമ്പർഷിപ്പ് പോലും അല്ലാത്ത ഒരാൾക്ക് എന്തിനിങ്ങനെ സംരക്ഷണം കൊടുക്കുന്നത്, അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ബിനീഷ് കോടിയേരിക്ക് ആ സംരക്ഷണം നൽകിയില്ല എന്നുള്ള ചോദ്യം ഉണ്ടാകുന്നുണ്ട്. മറ്റൊന്ന്
എങ്ങനെയാണ് ഒരു മുൻ പാർട്ടി സെക്രട്ടറി അതുപോലെ മുൻ മുഖ്യമന്ത്രിയുടെ മകൾക്ക് AKG സെന്റർ എന്ന അഡ്രസ്സിൽ കമ്പനി തുടങ്ങാൻ സാധിച്ചു എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് കോൺഗ്രസ് ഇവിടെ ഉന്നയിക്കുന്നത്. EDയുടെ അന്വേഷണം അനിശ്ചിതത്വത്തിന്റെ വലിയൊരു വഴിത്തിരിവിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതും കേരളത്തെ കൊണ്ടുപോകുന്നു അങ്ങനെ തന്നെയാണ്. കേവലം ആരോപണങ്ങൾക്കെല്ലാം അപ്പുറം തെളിവുകൾ കോടതിയിൽ ED സമർപ്പിക്കുന്ന ഘട്ടമെത്തുമ്പോൾ രാഷ്ട്രീയ സമവാക്യങ്ങൾ പൂർണ്ണമായും മാറിമറിയാം. മകളിലേക്കും മരുമകളിലേക്കും എത്തുന്ന അന്വേഷണം പ്രതിച്ഛായയും രാഷ്ട്രീയ നിലനിൽപ്പിനെയും നേരിട്ട് ബാധിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ പിണറായി വിജയനുള്ളത്. നിയമപരമായ നടപടികളിലൂടെ പാർട്ടിയെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോഴും രാഷ്ട്രീയമായി കോൺഗ്രസിന്റെ ഈ ആക്രമണങ്ങളെ എങ്ങനെ നേരിടുമെന്നതാണ് മുന്നണിയിലെ വലിയ വെല്ലുവിളിയായി വരുന്നത്. തെരഞ്ഞെടുപ്പ് പരാജയത്തിന് പിന്നാലെ ഇത്തരം വിവാദങ്ങൾ കൂടി വരുന്നത് വലിയ ബാധ്യതയെ മാറുക കൂടിയാണ്. BJP കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നു എന്നുള്ള വാദവും ഒപ്പം അതിശക്തമായ നിലപാടുകളും ഒരേ സമയം കേരളത്തിൽ മുഴങ്ങിച്ചേർക്കുന്നുമുണ്ട്. വരും ദിവസങ്ങളിൽ ഈ അന്വേഷണത്തിന്റെ ഫലങ്ങൾ എന്താകുമെന്ന് കേരള രാഷ്ട്രീയ ഭാവിയെ തന്നെ തീരുമാനിക്കുന്ന നിർണായക ഘടകമായി മാറും. കാരണം CPM കഴിഞ്ഞ 5 വർഷമായി നടത്തുന്ന വലിയ വിവാദങ്ങളായി നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് വീണയുടെ അഴിമതി ആരോപണം. ഇതെങ്ങനെ ന്യായീകരിക്കുമെന്നുള്ള ചോദ്യമാണ്, അല്ലെങ്കിൽ എങ്ങനെ ന്യായീകരിക്കണമെന്നുള്ള സാഹചര്യമാണ് CPMനുള്ളത്. കാരണം പലർക്കും അതിന് മറുപടി പറയാൻ പറ്റാത്ത അവസ്ഥയാണ് ഉണ്ടാകുന്നത്. എന്ത് സേവനമാണ് നിങ്ങൾ ചെയ്തു കൊടുത്തതെന്ന് ചോദിച്ചാൽ അതിന് മറുപടി ഉണ്ടാകാത്ത അവസ്ഥ ഇപ്പോൾ ഇതാ CPMനുണ്ടായിരിക്കുകയാണ്. അഴിമതി ആരോപണങ്ങളും അന്വേഷണങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഈ രാഷ്ട്രീയ സാഹചര്യം എന്താകുമെന്നുള്ളതാണ് പലരും ചോദിക്കുന്നത്. ആലോചിക്കണം. ഇവിടെ വീണയ്ക്കെതിരെ ED അന്വേഷണം ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ പറയുന്നത് ഇത് രാഷ്ട്രീയ പകപോക്കലാണ്, രാഷ്ട്രീയ വേട്ടയാടലാണ്, EDയും VDയും കൂടി ചേർന്നിട്ടാണ് ഇതാ ഞങ്ങളെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ള പ്രചരണം CPM അഴിച്ചുവിട്ടത്. എന്നാൽ അപ്പോഴും അതൊന്നും വിലപ്പോയില്ല എന്ന് മാത്രമല്ല, ഏതാണ്ട് 26ഓളം പേർ ED ആക്രമണ കേസിൽ 93 ദിവസവും അതുപോലെ 86 ദിവസത്തോളമൊക്കെ അകത്ത് കിടക്കേണ്ട സാഹചര്യമുണ്ടായി. ആലോചിക്കണം. അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു വ്യക്തിക്കെതിരെ, അത് മുൻ മുഖ്യമന്ത്രിയുടെ മകളായതുകൊണ്ട് തന്നെ പാർട്ടി ഒന്നടങ്കം സംരക്ഷണം ഒരുക്കുകയാണ്. ആ സംരക്ഷണത്തിൽ നിരവധി പേർ ജയിലിലാകുന്നു, EDക്കെതിരെ ആക്രമണം ഉണ്ടാകുന്നു. അങ്ങനെ അതെല്ലാം ഉണ്ടായിട്ടും ആരാണോ ഈ കേസിലെ പ്രതിയായ വീണ എന്ന വീണ തൈക്കണ്ടി, അവർ ഇന്നിവരെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ പറയാൻ അവർ തയ്യാറായിട്ടില്ല. പകരം CPM നേതൃത്വവും അതുപോലെ മുൻ മുഖ്യമന്ത്രി നിലവിലെ പ്രതിപക്ഷ നേതാവായ പിണറായി വിജയനും അതുപോലെ തന്നെ പാർട്ടിയുമാണ് പ്രതിരോധിക്കാനായി എത്തുന്നത്. എന്തുകൊണ്ടാണ് വീണയ്ക്ക് ഇതിൽ മറുപടി പറയാൻ സാധിക്കാത്തത് എന്നുള്ള ചോദ്യം വരുമ്പോൾ അതിനാർക്കും മറുപടി ഉണ്ടാകുന്നുമില്ല. അല്ലെങ്കിൽ എന്ത് സേവനമാണ് ചെയ്തു കൊടുത്തതെന്ന് ചോദിക്കുമ്പോൾ അതിനും വ്യക്തമായ മറുപടി ഇന്നേ വരെ വീണയ്ക്കോ പിണറായി വിജയനോ CPMനോ പറയാനും സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ED അന്വേഷണം ഇപ്പോഴത്തെ വീണയുടെ കൈക്ക് വിലങ്ങേൽക്കുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ടെന്ന രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. അതിൻ്റെ ഏറ്റവും നിർണായകമായ കാര്യമാണ് ഇന്ന് പുറത്തുവിട്ടിരിക്കുന്ന പത്രക്കുറിപ്പിലൂടെ തന്നെ മനസ്സിലാക്കാനും കഴിയുന്നത്.